ഒന്നുമില്ലെങ്കിലും അതൊരു പെണ്ണല്ലേ. തെറി എന്ന് പറഞ്ഞാൽ നല്ല പച്ചത്തെറി. അച്ഛനും അമ്മയ്ക്കും മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും ഒക്കെ തെറി. കേട്ടിട്ടില്ലാത്ത രീതിക്കുള്ള വെറൈറ്റി തെറികൾ. ഇത് കേട്ട് എൻ്റെ ചെവി വരെ അടിച്ചുപോയി. എൻ്റെ പൊന്നു സഖാക്കളെ, ഇങ്ങനെ തെറി വിളിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് വെള്ളം കോരി കിണറേഷിൻ്റെ ചാനൽ പണിയെടുത്ത ഒരാളല്ലേ അത്. ആ ഒരു മര്യാദയെങ്കിലും ആ പാവം പെൺകുച്ചിയോട് കാണിച്ചൂടെ? എന്തിനാണ് നിങ്ങളൊരു പാവപ്പെട്ട പെൺകുട്ടിയെ നിഷ്ഠൂരമായി തെറി വിളിക്കുന്നത് എന്നാണ് എനിക്കിവിടെ ഉറക്കെ വിളിച്ച് ചോദിക്കാനുള്ളത്. അല്ല, ഞാനിതിന് എത്ര നല്ലറിഞ്ഞേ. കാര്യത്തിലേക്ക് വരാം. സംഭവം ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. സൂര്യ സുജി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? സൂര്യ സുജി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ലൈവിലേക്ക് വരുന്നത് നമ്മുടെ മീഡിയ വൺ, നമ്മുടെ സുഡാപ്പി ചാനൽ, അതായത് വർഗീയത ചാനൽ. ചെറുതായിട്ട് ചൊറിഞ്ഞു വരുന്നുണ്ടല്ലേ, സാരല്ല, അതങ്ങ് ഒരു കുളി കഴിയുമ്പോൾ മാറിക്കോളൂ, അത് വിടും. അപ്പൊ നമ്മുടെ വർഗീയ ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ സുരേഷ് ഗോപി അപമാനിച്ചു എന്നും പറഞ്ഞൊരു വ്യാജ പ്രചാരണം വന്നു. അതായത് സുരേഷ് ഗോപി ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചു എന്നൊരു വ്യാജ പ്രചാരണമാണ് വന്നത്. അതിന്റെ ഒരു ഫലമായിട്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നും കുറച്ച് വോട്ടുകൾ കിട്ടി എന്നൊക്കെ ഒരു സൂചനയുണ്ട്. അത് വേറെ കാര്യം, അത് വിടും. അതിനുശേഷം സുരേഷ് ഗോപി ഏത് വേദിയിൽ ചെന്നാലും നോ ബോഡി ടച്ചിങ് എന്നും പറഞ്ഞാണ് നടക്കുന്നത്. സംഭവന്റെ പൊന്മങ്ങളെ, എനിക്ക് കോടതി കയറാൻ വയ്യ, എൻ്റെ ശരീരത്തിൽ തുടരുത്, ഇതാണ് സംഭവം പച്ചയ്ക്ക് പറയുന്നത്. കാരണം എല്ലാവരും കൂടി ഓടി മൈക്കും കൊണ്ട് സുരേഷ് ഗോപിയുടെ പിറകെ ആണല്ലോ. കാര്യം ഈ മാധ്യമ പ്രവർത്തകർക്കൊക്കെ സുരേഷ് ഗോപിയുടെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ സൂര്യ സുജി എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക നോ ബോഡി ടച്ചിങ്ങോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത്. അങ്ങനെ പറയാൻ പാടില്ല എന്നും പറഞ്ഞ് സുരേഷ് ഗോപിയുടെ നേരെ ഒരു പോക്കായിരുന്നു. ഇവർ വിചാരിച്ചത് ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകർ എല്ലാം കൂടി ഇപ്പോൾ ഓടി വന്ന് ഇങ്ങനെയാവണം എന്നൊക്കെ പറയുന്നതായിരുന്നു. പക്ഷെ എല്ലാവരും സുരേഷ് ഗോപിയുടെ കൂടെയാണ് നിന്നത്. എന്നാലും എൻ്റെ ചേച്ചി തളരത്തില്ല. തൃശ്ശൂരുള്ള റിപ്പോർട്ടറാണ് ഈ സൂര്യ സുജി. അന്ന് ആ സംഭവത്തിന് ശേഷം ചേച്ചി മാറി നിന്ന് കരയുകയായിരുന്നു എന്നാണ് ഒരു ക്യാമറാമാൻ വഴി നമുക്ക് കിട്ടിയൊരു വിവരം. സംഭവം നമ്മൾ ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് തന്നെയാണല്ലോ. സംഭവം ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പൊ ഷാഫി പറമ്പിൽ വടകരയിൽ ജയിച്ചല്ലോ. ഷാഫി പറമ്പിൽ ജയിച്ചതിന് ശേഷം ഷാഫിയെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചേച്ചി അങ്ങ് ഇട്ടു. ഇവരെ ഫേസ്ബുക്കിലാണ് പ്രസവിച്ചിട്ടതെന്ന് തോന്നുന്നു. എന്ത് ചെയ്താലും അവസാനം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റും ഇട്ട് അങ്ങ് മുങ്ങും. അതുപോട്ടെ. അങ്ങനെ നമ്മുടെ സൂര്യ സുജി ഷാഫിയെ അനുമോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടു. എൻ്റെ പൊന്നുടാവേ തെറിവിളി, ഇജാതി തെറിവിളി, ആരും കേട്ടിട്ടില്ലാത്ത കണ്ണ് പൊട്ടുന്ന തെറി, കമന്റ് ബോക്സ് മുഴുവൻ പൊട്ടിത്തെറിക്കുന്ന തെറി, അതും നല്ല സഖാക്കളുടെ പച്ചത്തെറി. പക്ഷെ ഇതിലൊന്നും തളരുന്നവളല്ല നമ്മുടെ ചേച്ചി. എന്നെ തെറി വിളിക്കാൻ നീയൊക്കെ ആരടാ എന്നും പറഞ്ഞ് വീണ്ടും ഫേസ്ബുക്കിൽ ഒരു യമണ്ടം പോസ്റ്റ് കിട്ടും. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം തീരുമാനിക്കുന്നത് ആരാണ്? ഞാനാണ് എന്നാണ് എൻ്റെ ബോധ്യം. പക്ഷെ ഇവർ പറയുന്നു അത് ഇവരാണെന്ന്. ചേച്ചിക്ക് അത് ഇതുവരെ അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ശരിക്കും അവർ പറയുന്നതാണ് സത്യം. ഞങ്ങൾ എന്ത് പറയുന്നോ അതായിരിക്കും നിങ്ങളും തിരിച്ചു പറയേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലത്തെ തെറിവിളികളൊക്കെ കേൾക്കേണ്ടി വരും. അച്ഛനും അമ്മയ്ക്കും മുത്തിക്കും മുത്തിയുടെ മുത്തിക്കും അതിൻ്റെ മേലെയുള്ള ഏതെങ്കിലും മുത്തിക്കൊക്കെ വിളി കേൾക്കേണ്ടി വരും. ഇത് ഇവരുടെ ഫസ്റ്റ് സ്റ്റേജാണ്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആദ്യം തെറിവിളിക്കും, പിന്നീട് ചെറിയൊരു ഭീഷണി നടത്തും, അതിനുശേഷം വന്നിടിക്കും, അതിനുശേഷം ബോംബെറിയും, അവസാനം നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊന്നതുപോലെ 51 വെട്ടി അങ്ങ് കൊല്ലും. ഈ 51 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞൊരു കണക്കാണേ, ഇതിലും കൂടാനാണ് സാധ്യത. സൂക്ഷിച്ചോ. കം ടു ദ പോയിന്റ്, നമുക്ക് ബാക്കി വായിക്കാം. ഷാഫി പറമ്പിൽ എന്ന നേതാവിനോട് വ്യക്തിപരമായി ഇഷ്ടമുണ്ട്. വടകരയിൽ ഷാഫി ജയിച്ചതിൽ മറ്റു പലരെയും പോലെ ഞാനും ഒരു പോസ്റ്റ് ഇട്ടു അഭിനന്ദിച്ചുകൊണ്ട്. നീ ചെയ്തത് തെറ്റ്. ഈ ഷാഫി പറമ്പിൽ മത്സരിച്ച ഈ വടകരയിൽ ഷാഫി പറമ്പിലിന് ഓപ്പോസിറ്റ് നിന്നത് ആരാ? നമ്മുടെ KK ശൈലജ. ബട്ട് ശൈലജ ടീച്ചറും ഷാഫി പറമ്പിൽ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിലിനെ അഭിനന്ദിക്കുന്നത് ശരിയാണോ? ഈ ശൈലജ ടീച്ചറിനെ കാഫർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഷാഫി പറമ്പിലും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഏത് അങ്ങേര് പോലും അറിഞ്ഞു കാണൂല. എന്നാലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തും. കാരണം ഏത് രാവിലെ വിളിച്ചാലും ഇത് പാതിരാത്രിയാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ പറയുന്ന അണികളുള്ള പാർട്ടിയാണല്ലോ ഞങ്ങളുടേത്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ അഭിനന്ദിച്ചത് ഞങ്ങളുടെ പാർട്ടിക്ക് സഹകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടരുത് എന്ന് മറ്റുള്ളവർ തീരുമാനിക്കാൻ ഇവിടെ മോദി അല്ലല്ലോ ഭരിക്കുന്നത്, അല്ലേ?
അതെന്തൊരു ടോക്കടേ, അതിൻ്റെ ഇടയിൽ മോദിയെ കൊണ്ടുവന്നത് മോശമായിപ്പോയി. കുഴപ്പമില്ല, ബാക്കി നോക്കാം. ഞാൻ എവിടെയും ആ പോസ്റ്റിൽ ശൈലജ ടീച്ചറെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. ശൈലജ ടീച്ചറെയും എനിക്ക് വ്യക്തിപരമായി ഇഷ്ടമാണ്. ഷാഫിയുടെ പോസ്റ്റ് ഇട്ടതിനാണ് ഈ സ്ത്രീ എൻ്റെ പോസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സൈബർ ബുള്ളിങ്ങിന് ആഹ്വാനം ചെയ്തത്. ആ സ്ത്രീയുടെ പേരാണ് ശശികല റഹീം. ഇടത് പുരോഗമനവാദിയാണ് ഈ ശശികല റഹീം. ഈ ഇടത് പുരോഗമനവാദി കഴിഞ്ഞ ദിവസം ഒരു നിബന്ധന പുറത്തിറക്കി. അതായത് ഷാഫി പറമ്പിലിന്റെ അനുബോധന ചടങ്ങിന് സ്ത്രീകൾ വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. വരുന്നതൊക്കെ കൊള്ളാം, അവിടെ കിടന്ന് തുള്ളാനോ ചാടി മറിയാനോ വല്ലം ശ്രമിച്ചാൽ ഒരു വടം കെട്ടി അപ്പുറത്തേക്ക് അങ്ങ് നിർത്തിയേക്കും. വരിക, നിൽക്കുക, കാണുക, പോവുക. ഷാഫിക്ക എന്ന് പോലും ഒരു വിളി കേൾക്കരുത്. ഇതായിരുന്നു റൂള്. ഇതാണ് ശരിക്കുമുള്ള ഫെമിനിസം. ഇവിടെയാണ് പൊട്ടി മുളയ്ക്കേണ്ടത്. പക്ഷെ ഇതൊന്നുമല്ല. ഈ പുള്ളിക്കാരിയാണ് സുജി ഷാഫി പറമ്പലിനെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു എന്നും പറഞ്ഞ് കിടന്നങ്ങ് തുള്ളുന്നത്. പിന്നെ ഈ സ്ത്രീ പറയുന്നത് ഞാൻ പഴയ കേസിയുകാരിയാണെന്നാണ്. അതിന്റെ തെളിവുകൾ വല്ലതും ഉണ്ടേൽ എന്നെയും കൂടി ഒന്ന് കാണിക്കണേ. പാവം ഒന്ന് കാണിച്ചു കൊടുത്തേക്കും. ഞാൻ ഇന്നേ വരെ ഒരു സംഘടനയുടെയും ഭാഗമായിട്ടില്ല, ഒരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ ഇവർ എന്തിന് ഈ കല്ല് വെച്ച് നുണ പറയും? കല്ല് വെച്ച് നുണ പറയും. അതാണല്ലോ നമ്മുടെ കുടുംബത്തിന്റെ ക്രെഡിബിലിറ്റി. അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം ഒന്നും നിങ്ങളുടെ ഒന്നും ഡിക്ഷണറിയിൽ ഇല്ലേ? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഈ പറഞ്ഞതിൽ ഞാൻ ചെയ്തതില്ല. കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഒക്കെ നമുക്കുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരെന്താണോ പറഞ്ഞു തരുന്നത് അതേപോലെ നമ്മൾ തിരിച്ചു പറയണം. അതാണ് നമ്മുടെ അഭിപ്രായം, ആ അഭിപ്രായ സ്വാതന്ത്ര്യം. അടുത്ത വ്യക്തി സ്വാതന്ത്ര്യം. ഈ പിണറായി വിജയനെ പറയാതെയും വ്യക്തിഹത്യ ചെയ്യാത്ത രീതിയിലുള്ള ഏത് വ്യക്തിപരമായ അഭിപ്രായങ്ങളും നമുക്ക് പറയാം. അതാണ് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം. ഇത് വളരെ കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അതിന് കുറ്റം പറയാൻ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പോൾ ഇതല്ലേ ഫാസിസം. എൻ്റെ മോനെ ഫാസിസം രോമാഞ്ചൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ടോ? പിന്നെ ഞാൻ ഷാഫിയുടെ പടമാണ് ഇട്ടത്, മോദിയുടേതല്ല. അങ്ങനെ ആയിരുന്നേ ഈ പറയുന്നതിലൊക്കെ വലിയ കാര്യമുണ്ട് എന്ന് പറയാം. ഇതിനൊരു ക്ലാപ്പ് ചേച്ചിക്ക് കൊടുത്തേ പറ്റൂ. പാവം നമ്മുടെ മോദി ആർക്കും എന്തും പറയാലോ. എന്തൊക്കെയായാലും സുജി ചേച്ചിക്ക് ഞാൻ എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ചേച്ചി ആ നരേന്ദ്രമോദിയാണ് സപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ ഈ പറയുന്ന തെറിവിളികളൊക്കെ ഞാൻ കേട്ടോണ്ട് നിന്നാനെ. എന്ത് നല്ല നിലപാട്. ഈ നിലപാട് ഇതാണ് വേണ്ടത്. ഇതാണ് യഥാർത്ഥ നിലപാട്. ശരിക്കും ഈ നിലപാട് കൊണ്ട് ചേച്ചി ഇവിടെ നിൽക്കേണ്ട ആളല്ല. മിനിമം കുറഞ്ഞത് നമ്മുടെ ബിഗ് ബോസിലെങ്കിലും പോണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.